നമസ്കാരം. സ്പിരിച്വൽ അനാറ്റമി സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ പ്രഭു പോയിൻ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രഭു പദം എന്നുള്ളത് 10ാമത്തെ പോയിൻ്റ് തൊട്ടിട്ട് 12ാമത്തെ പോയിൻ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. 11ാമത്തെ പോയിൻ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. 11ാമത്തെ പോയിൻ്റ് സഹസ്രതലം കടന്നിട്ട് എത്തിച്ചേരേണ്ട പോയിൻ്റാണ്. 10ൻ്റെയും 11ൻ്റെയും ഇടയിലാണ് സഹസ്രതല കമലം. 11ാമത്തെ പോയിൻ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ്നെസ് ആണ്, അസ്വസ്ഥത. ഓരോ പോയിൻറ്റും ഓരോ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ ഉയർച്ചയും താഴ്ചയുണ്ട്. 1ാമത്തെ പോയിൻറ്റിൽ നമുക്ക് കിട്ടുന്നത് സമാധാനമാണ്, നമുക്കുണ്ടാവുന്നത് ആഗ്രഹങ്ങളുടെ പ്രശ്നമാണ്, വേലിയേറ്റാണ്. 2ാമത്തെ പോയിൻ്റ് എത്തുമ്പോൾ സമാധാനം വരും. 3ാമത്തെ പോയിൻ്റ് എത്തുമ്പോൾ പിന്നെയും പാഷൻസ്, സ്നേഹത്തിൻ്റെ ബാഹ്യമായുള്ള അറ്റാച്ച്മെൻറ്റ് നമ്മളെ വീണ്ടും തളർത്താൻ തുടങ്ങും. 4ാമത്തെ പോയിൻ്റ് എത്തുമ്പോൾ വീണ്ടും ധൈര്യം സെറ്റിൽഡ് ആവുന്നു. 5ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയമണ്ഡലം കടന്നിട്ട് ഡിസ്ക്രിമിനേഷൻ വരേണ്ട പോയിൻ്റാണ്, വായു ചക്രം, വിവേകബോധം വരേണ്ട പോയിൻ്റാണ് 5ാമത്തെ പോയിൻ്റ്. അപ്പോൾ 5ാമത്തെ പോയിൻ്റ് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള പോയിൻറ്റ്സൊക്കെ ഫുൾ കവർ ചെയ്ത്, എലിമെൻറ്റ്സ് കവർ ചെയ്തിട്ടുണ്ടാവണം. എപ്പോഴും നമുക്ക് വിവേകബോധം വരുള്ളൂ. നിത്യവും അനിത്യവും എന്താണെന്നുള്ള ആ വിവേകം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിവേകം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ ക്വാളിറ്റീസും പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിനെ ശരിക്കും നയിക്കുന്നത് ഈ തരത്തിലുള്ള ഡിസിപ്ലിൻസാണ്, നമ്മുടെ ക്വാളിറ്റീസാണ്. സംതൃപ്തി, സമാധാനം, അതുമാതിരി തന്നെ കമ്പാഷൻ, അനുകമ്പ, ആത്മധൈര്യം, അതുപോലെ ഡിസ്ക്രിമിനേഷൻ, വിവേകം. അപ്പോൾ ഈ ക്വാളിറ്റീസ് നമ്മൾ തുടക്കം മുതൽ തന്നെ ആർജിച്ചിട്ടുണ്ടാവണം. സ്കൂളിൽ നമ്മൾ എഡ്യൂക്കേഷൻ നടത്തുമ്പോൾ ഈ ക്വാളിറ്റീസ് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആമയുടെയും മൊയലിൻ്റെയും കഥ പറയാറുണ്ട്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ആ ക്വാളിറ്റി എപ്പോഴും സ്റ്റഡി ആവണം, ഡിസിപ്ലിൻഡ് ആവണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ക്വാളിറ്റീസാണ് നമ്മൾ ഒരിക്കലും കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പോവില്ല, നമ്മുടെ ക്യാരക്ടറായിട്ട് മാറും. അപ്പോൾ ഈ ക്യാരക്ടർ നമുക്ക് അവസാനം എത്തിച്ചേരേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ വിവേകബോധം എന്ന് പറഞ്ഞാൽ 5ാമത്തെ പോയിന്റിൽ മാത്രം എത്തേണ്ടതല്ല, തുടക്കം മുതൽ തന്നെ നമുക്ക് വിവേകബോധം ഡെവലപ്പ് ചെയ്ത് ഡീപ്പൻ ചെയ്ത് വരികയാണ്. അതുപോലെയാണ് ധൈര്യം. ധൈര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജ് എത്തിയാലേ ധൈര്യം വരുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ധൈര്യം തുടക്കം മുതൽ തന്നെ വരണം, ഭയമില്ലാത്ത അവസ്ഥ തുടക്കം മുതൽ തന്നെ വരണം. എപ്പോഴാണ് ഭയമില്ലാത്ത അവസ്ഥ വരുന്നത്? നമ്മൾ മരിക്കില്ല, ഞാൻ ശാശ്വതമാണെന്ന് മനസ്സിലാവും, ഭയമില്ലാത്ത അവസ്ഥ വരുന്നു. അത് നമ്മുടെ ലക്ഷ്യം ആയിട്ടുള്ള ഈശ്വരനിലേക്ക് കണക്ട് ആവുമ്പോൾ മാത്രമേ അത് വരുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ ശരിക്കും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നമുക്ക് ലക്ഷ്യബോധം വേണം. ബാക്കി ഏത് തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്താലും ലക്ഷ്യബോധം ഇല്ലാതെ നമ്മളിവിടെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മണ്ണിലടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാന്നല്ല ചോദിക്കും. അങ്ങനെയുള്ള ഫിലോസഫീസ് ഉണ്ട്. എല്ലാവർക്കും വീട്, പാർപ്പിടം ഉണ്ടാക്കുക, തുണി കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, ആരോഗ്യം സംരക്ഷിക്കുക, അത് ആയിക്കഴിഞ്ഞാൽ ലോകം നന്നാവും എന്നൊരു ചിന്താഗതി ഉണ്ട്. അതായിക്കഴിഞ്ഞാൽ ലോകം നന്നാവില്ല. നമ്മുടെ ചരിത്രം നോക്കിയാലറിയാം, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്താലും മനുഷ്യന് സംതൃപ്തനല്ല. നമുക്കവിടെ വേണ്ടത് ഒരു ഡിവോഷൻ എന്നുള്ള എലിമെൻ്റാണ്, ഭക്തി എന്നുള്ള എലിമെൻ്റാണ്. അപ്പോൾ ശരിക്കും ഏത് ഫിലോസഫീനെയും ഉയർത്തുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഡിവോഷനാണ്. ഹയർ സ്റ്റേജിലേക്ക് മനസ്സ് ഉയർത്താനുള്ള ഉള്ളിലുള്ള ഒരു ഭാവം കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഒരു ഫിലോസഫി ശരിക്കും ഒരു ഫിലോസഫി ആവുള്ളൂ. ഇല്ലേ അത് ഭൗതിക തരത്തിലുള്ള ഒരു പഠനം മാത്രമായിട്ട് മാറും. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് പറഞ്ഞ ഫിലോസഫി എന്ന് പറഞ്ഞാൽ വണ്ടർ എന്നുണ്ടാവുന്നതാണ്. നമുക്ക് ഉള്ളിൽ അത്ഭുതം ഉണ്ടാവണം, അല്ലാതെ സംശയമല്ല ഉണ്ടാവുന്നത്. സംശയാത്മാ വിനശ്യതി എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. കാരണം സാധാരണ നമ്മൾ തത്വശാസ്ത്രം എന്ന് പറഞ്ഞാൽ സംശയത്തിൻ്റെ അടിസ്ഥാനത്താണ്. നമ്മൾ ഇതാണോ ശരി, അതാണോ ശരി, ഇതാണോ ശരി, അതാണോ ശരി എന്ന് ചർച്ച ചെയ്തിട്ട് ക്രിറ്റിസിസം, ചർച്ചകൾ, ഡിസ്കഷൻസ്, എവിടെ അവസാനിക്കാത്ത ചർച്ചകൾ. അപ്പോൾ ഏത് സിദ്ധാന്തമാണ് ശരി? അദ്വൈതമാണോ ശരി, ദ്വൈതമാണോ ശരി, വിശിഷ്ടാദ്വൈതമാണോ ശരി, ഇനി അതൊന്നുമല്ല നിരീശ്വരവാദമാണോ ശരി, ഇങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള കൺഫ്യൂഷൻസ് വരുന്നത് എന്താ? ലക്ഷ്യബോധം ഇല്ലാത്തതുകൊണ്ടാണ്. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്തിലുള്ള പ്രാധാന്യം, റോബോട്ടിക് സർജറീസ്, ഇപ്പോൾ റോബോട്ട്സ് എല്ലാത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിരിക്കുകയാണ്. നമ്മളൊന്നും പഠിക്കേണ്ട കാര്യമില്ല, നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യരാശിനെ മുഴുവൻ ഭരിക്കും എന്നുള്ള ഒരു സ്റ്റേജ് ഇനിയിപ്പോൾ മനുഷ്യൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഒരു സ്റ്റേജ് വരുമായിരിക്കും, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എല്ലാം കടന്നു പോകുമ്പോൾ ചെല്ലുമ്പോൾ തന്നെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടുണ്ടാവും. ഡോറ് തുറന്നിട്ട് കൺസൾട്ടേഷൻ റൂമിൽ എത്തുമ്പോഴേക്കും ഡയഗ്നോസ് എത്തിയിട്ടുണ്ടാവും, ഒരു ട്രീറ്റ്മെൻറ്റ് നിശ്ചയിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു സ്റ്റേജ് വരും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പുരോഗമിച്ചോ, നമ്മൾ ലക്ഷ്യത്തിലെത്തിയോ?
അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ വരാൻ കാരണം എന്താ? നമുക്ക് ലക്ഷ്യബോധമില്ല എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം പരിണമിക്കുക എന്നുള്ളത്, നന്നാവുക എന്നുള്ളതാണ്. ഒരു മെഷീൻസിന് ഒരിക്കലും പരിണമിക്കാൻ സാധിക്കില്ല. ഒരു കമ്പ്യൂട്ടർ ഒരിക്കലും പരിണമിച്ച് ഉയരണം എന്നുള്ള ഒരു സ്റ്റേജിലെത്തില്ല. അതിനെ ഓൺ ചെയ്യാൻ ഒരാൾ വേണം, അതിനെ ഉപയോഗിക്കാനൊരു വ്യക്തിത്വം വേണം, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ മനുഷ്യൻ വേണം. ആ പരിണാമം എന്നുള്ള ഈ കാര്യത്തിനെ സഹായിക്കുന്ന ഏതൊരു ശാസ്ത്രവും തീർച്ചയായിട്ടും നല്ലതാണ്. സ്വാമി വിവേകാനന്ദൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഒരു ട്രെയിൻ ഒരു റെയിൽപ്പാളത്തൂടെ പോവുകയാണ്. അപ്പോൾ ആ റെയിൽപ്പാളം കടന്ന് പോകാനൊരു പുഴു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ട്രെയിൻ കടന്നു പോയിട്ട് ആ പുഴു ചാവും. അപ്പോൾ ഏതാണ് വലുത്? ഈ പുഴുവാണോ ട്രെയിനാണോ വലുത്? ഒരു ചോദ്യമാണ്. ട്രെയിൻ എത്ര വലിയ ട്രെയിനാണെങ്കിലും, ഏറ്റവും റീസെൻ്റായിട്ടുള്ള ടെക്നോളജിയുള്ള ട്രെയിനാണെങ്കിലും തീർച്ചയായിട്ടും പുഴുവിനേക്കാളും താഴെയാണ്. കാരണം ആ പുഴു പരിണമിക്കും. പുഴുവിന് അടുത്ത സ്റ്റേജിലേക്ക് പരിണമിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ട്രെയിൻ പരിണമിക്കില്ല. ട്രെയിനാണ്, മണ്ണിനോട് അടിയും. അപ്പോൾ ഈ ഒരു കാര്യം മനുഷ്യൻ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ഇതാണ് വിവേകബോധത്തിൻ്റെ അടിസ്ഥാനം. നമുക്ക് എന്തൊക്കെ അറിവുണ്ടെങ്കിൽ വിവേകം വേണം. ഇതെല്ലാം ഉപയോഗിക്കേണ്ടത് നന്നാവാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളിലൊരു ഭക്തിയുണ്ട്. നന്നാവണം എന്നുള്ളത് എങ്ങോട്ടാണ് നന്നാവുന്നത്, എവിടേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് എന്നുള്ളൊരു ബോധം ഉള്ളിൽ വേണം. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഒരു ഈശ്വര സങ്കല്പം, ഒരു ഭഗവത് സങ്കല്പം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സങ്കല്പമില്ലാതെ ഒരിക്കലും മനുഷ്യൻ ഉയരില്ല. അതാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 11ാമത്തെ പോയിന്റിലേക്കൊക്കെ നമ്മൾ എത്തുമ്പോഴേക്കും, നമ്മൾ സ്പിരിച്വൽ പ്രോഗ്രസ്സിലോ അല്ലെങ്കിൽ ഏത് പ്രോഗ്രസ്സിൽ എത്തിയാലും എവിടെ എത്തിയാലും ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട്. ഈ ഒരു വകതിരിവ്, വിവേകബോധം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നന്നായില്ലെങ്കിൽ ഇതൊന്നും ഒരു കാര്യമില്ല. ഞാൻ ഉയർന്നില്ലെങ്കിൽ, എൻ്റെ ഉള്ളിൽ സ്നേഹം വളർന്നില്ലെങ്കിൽ, എനിക്ക് കമ്പാഷൻ വന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. കൂടുതൽ കമ്പാഷനേറ്റ് ആവുക, കരുണാഭാവം ഉള്ളിലുണ്ടാവുക, കൂടുതൽ ബോധം എക്സ്പാൻഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വളരുന്നുള്ളൂ. അപ്പോൾ 11ാമത്തെ പോയിന്റിൽ ഒക്കെ ക്രൂഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയാണ്. കാരണം നമുക്ക് എല്ലാ ശക്തികളുടെയും സ്രോതസ്സുമായിട്ട് കണക്ഷൻ വരികയാണ്. ഒരുപക്ഷെ അതേ ശക്തികൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, ആ തലത്തിലേക്ക് എത്തിച്ചേരാം. പക്ഷേ ഏറ്റവും വലിയ ഡേഞ്ചറും അതാണ്. കാരണം അഹംഭാവം വന്നു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് വീഴ്ച ആരംഭിക്കുകയാണ്, നമ്മുടെ പരിണാമം സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഈഗോനെ സബ്ലിമേറ്റ് ചെയ്യുക, അഹംബോധത്തെ സബ്ലിമേറ്റ് ചെയ്ത് അഹംബോധത്തിൻ്റെ തന്നെ കാരണക്കാരനായിട്ടുള്ള സോഴ്സിലേക്ക് കണക്റ്റ് ആവും. അത് എൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത് ഈഗോൻ്റെയും സോഴ്സാണ്. അതാണ് ശരിക്കും എൻ്റെ ഐഡൻറ്റിറ്റി. അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു വകതിരിവ്, വിവേകബോധം നമ്മുടെ ഉള്ളിൽ വേണം. അതാണ് നമ്മൾ മാസ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ഈ സ്രോതസ്സ്, നമ്മുടെ എല്ലാം ഉയർന്ന ഭാവം എന്ന് പറയുന്നതാണ് ഈ മാസ്റ്റർ, ഇന്നർ മാസ്റ്റർ. ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്യുക, ഹൃദയമാണ് എല്ലാത്തിനെയും ഭരിക്കേണ്ടത് എന്നെല്ലാം പറയുന്നത് ഈ അർത്ഥത്തിലാണ്. നമ്മുടെ ഉള്ളിലുള്ള ഹയ്യസ്റ്റ് എൻറ്റിറ്റി നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റാണ്. സ്നേഹം എന്നാണ് ഹയ്യസ്റ്റ് എൻറ്റിറ്റി. ഇപ്പോൾ 11ാമത്തെ പോയിൻ്റിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ്നെസ് ആണ്, പറഞ്ഞാൽ അസ്വസ്ഥത. അതായത് അതായി തീരാനുള്ള അസ്വസ്ഥത. എപ്പോഴും തടസ്സം നിൽക്കുന്നത് ഞാനാണ്, അഹംബോധമാണ്. അപ്പോൾ അഹംബോധത്തെ മറികടക്കേണ്ടത്, ഈ അസ്വസ്ഥത ക്രിയേറ്റ് ചെയ്യേണ്ടതും അഹംബോധം തന്നെയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്രൈസിസ്. കാരണം എത്തിച്ചേരേണ്ട ആൾ ഞാനാണ്, എന്നാൽ എത്തിച്ചേരേണ്ട തടസ്സവും ഞാൻ തന്നെയാണ്, അഹംബോധം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു ഡ്യുവൽ പർപ്പസ് എങ്ങനെയാണ് സെർവ് ചെയ്യുക? അവിടെയാണ് സമർപ്പണം, സറണ്ടർ എന്നുള്ള ആ ഭാവം നമുക്ക് വേണ്ടി വരുന്നത്. സമർപ്പണം വേണം, ഭക്തി വേണം, പ്രാർത്ഥനാഭാവം വേണം. അപ്പോൾ നമുക്കൊരു എക്സ്റ്റേണലൈസ് ചെയ്തിട്ടുള്ള ഒരു ലിവിങ് ഗുരുവിനെ ആവശ്യം വരികയാണ്. ഇല്ലെങ്കിൽ അത് സാധ്യമല്ല. കാരണം എൻ്റെ ഉള്ളിലേക്ക് ഞാൻ എത്ര തേടിയാലും ഞാൻ അവസാനം എന്നെ തന്നെ കണ്ടെത്തുള്ളൂ. എൻ്റെ ഉള്ളിലുള്ള അഹംബോധത്തിന് ഹയ്യസ്റ്റ് സ്റ്റേജിലെത്താം, എൻ്റെ സോഴ്സിലേക്ക് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാബുജി മഹാരാജ് അതാണ് പറഞ്ഞത്, ഫൊർഗെറ്റ് യുവർ സെൽഫ് എന്നാണ് പറഞ്ഞത്, ഫൈൻഡ് യുവർ സെൽഫ് അല്ല. ഹു ആം ഐ എന്നുള്ള ചോദ്യത്തിന് പകരം അതറിഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ബാബുജി മഹാരാജ് പറഞ്ഞത്. ഫൊർഗെറ്റ് യുവർ സെൽഫ് ആൻഡ് റിമെമ്പർ ഹിം. അപ്പോൾ റിമെമ്പർ ഹിം, അദ്ദേഹത്തെ സ്മരിക്കുക എന്നുള്ള ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഘടകം വളരെ ഈസിയാക്കി മാറ്റുന്നത് ഒരു ലിവിങ് മാസ്റ്റർ എടുത്തെത്തുമ്പോഴാണ്. കാരണം നമുക്ക് വളരെ ഈസിയാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുക. നമ്മൾ കൂടുതൽ ഒബീഡിയൻസ് വരിക. അപ്പോൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈഗോ ഇല്ലാണ്ടായി മാറും. അപ്പോൾ എക്സ്റ്റേണലൈസ് ചെയ്ത ഈ മാസ്റ്റർ തന്നെ നമ്മുടെ ഉള്ളിലുള്ള മാസ്റ്ററിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്നു. മാസ്റ്റർ വിഡ്രോ ചെയ്ത പോലെ തോന്നുന്നു, പക്ഷേ വിഡ്രോ ചെയ്യല്ല ചെയ്യുന്നത്. കാരണം മാസ്റ്ററുടെ പ്രസൻസ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ വേണം, മുമ്പിൽ വേണം. മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗുരുനാഥൻ, അത് ദാജിക്കുണ്ട്, ചാരിജിക്കുണ്ട്, ബാബുജിക്കുണ്ട്, ലാലാജിക്കുണ്ട്. എപ്പോഴും ഒരു മാസ്റ്റർ മുമ്പിലുണ്ട്. അദ്ദേഹത്തിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈഗോൻ്റെ ഇടപെടലുകൾ ഇല്ലാതെ ആവണമെന്നെനിക്ക് അത് വളരെ ആവശ്യമാണ്. ഇപ്പോൾ 11th പോയിന്റിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു വിവേകബോധത്തെക്കുറിച്ചാണ്.
എയർ പോയിൻ്റ്, വായു എലിമെൻറ്റിൻ്റെ ക്വാളിറ്റി ഈ വിവേകമാണ്. 11ാമത്തെ പോയിൻറ്റിൻ്റെ പ്രധാന എലിമെൻ്റ് എർത്താണ്, കണ്ടെൻമെൻറ്റ്, സംതൃപ്തി. അതിൽ ഉള്ള വായു എലിമെൻറ്റ് ഡിസ്ക്രിമിനേഷനായിട്ട് നമ്മൾ ഹാർമണൈസ് ചെയ്യണം. നമ്മുടെ കണ്ടെൻമെൻറ്റും ഡിസ്ക്രിമിനേഷനും നമ്മൾ ഹാർമണൈസ് ചെയ്യണം. ആ ഡിസ്ക്രിമിനേഷനോട് കൂടിയിട്ടുള്ള ഒരു അസ്വസ്ഥതയാണ് നമുക്ക് വേണ്ടത്, പുറമേയുള്ള അസ്വസ്ഥതയല്ല. വിവേകബോധത്തോട് കൂടിയിട്ട് മാസ്റ്റർ പോലെ ആയിത്തീരാനുള്ള ഒരു അസ്വസ്ഥത. അപ്പോൾ തിരിച്ചറിവ് വേണം, ഞാൻ എങ്ങനെയാണ് പോണത് എന്നുള്ള തിരിച്ചറിവ് വേണം. എങ്കിലെങ്കിൽ ഇതൊരു പോയിൻ്റ്, ഒരു ക്രൈസിസ് പോയിൻ്റായിട്ട് മാറാം. അപ്പോൾ ഇത് നമുക്കുള്ളിൽ വളരെയധികം ഉറക്കണം. നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല, പക്ഷേ ലൈഫിൽ ഓരോ സ്റ്റെപ്പിലും ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എപ്പോഴും സമർപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. നമുക്കൊരാളുടെ മുമ്പിൽ സമർപ്പിക്കാൻ പറ്റില്ല. നമ്മൾ വേണമെങ്കിൽ ഒരു വിഗ്രഹത്തിന് മുമ്പിൽ സമർപ്പിക്കും, ഒരു ഐഡിയലിന് മുമ്പിൽ സമർപ്പിക്കും. പക്ഷെ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നമുക്കത് ബ്ലോക്കാണ്. ആ ബ്ലോക്ക് നമ്മുടെ മുമ്പിൽ മാറേണ്ട ആവശ്യമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മെഡിറ്റേഷൻ നമുക്ക് 11th പോയിൻറ്റിലെ എർത്ത് എലിമെൻറ്റും വായു ചക്രവും അത് തമ്മിലുള്ള ഹാർമണി, അതാണ് ഇന്നത്തെ നമ്മുടെ മെഡിറ്റേഷൻ. കണ്ണുകളടച്ച് ശാന്തമായിരിക്കും. ഒന്നാമത്തെ പോയിൻ്റാണ് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നത്. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ശ്രദ്ധ പതുക്കെ 11ാമത്തെ പോയിന്റിലേക്ക് കൊണ്ടുവരൂ. ആദ്യം ശുദ്ധീകരണമാണ്. 11ാമത്തെ പോയിൻ്റ് നടുവിൽ എർത്ത് എലിമെൻ്റാണ്. എർത്ത് എലിമെൻറ്റ് 11ാമത്തെ പോയിൻ്റിൽ എർത്ത് എലിമെൻറ്റ് ശുദ്ധീകരിക്കപ്പെടുകയാണ് എന്നുള്ള സങ്കല്പത്തിലിരിക്കും. ഈ 2ാമത്തെ പോയിന്റിലേക്ക് വരൂ. 2ാമത്തെ പോയിന്റിൽ എർത്ത് എലിമെൻറ്റ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. 9 o'clock ക്വസ്റ്റ്യനാണ്. 2ാമത്തെ പോയിന്റ് എർത്ത് എലിമെൻറ്റ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഇനി 3ാമത്തെ പോയിന്റിലേക്ക് വരൂ. അവിടെ ഉള്ള എർത്ത് എലിമെൻറ്റ് 6 o'clock പൊസിഷനിലാണ്. അവിടെ എർത്ത് എലിമെൻറ്റ് ശുദ്ധീകരിക്കപ്പെടുകയാണ് എന്ന് സങ്കല്പിക്കൂ. നാലാമത്തെ പോയിന്റിലേക്ക് വരൂ. 4ാമത്തെ പോയിന്റ് എർത്ത് എലിമെൻറ്റ് 3 o'clock പൊസിഷനിലാണ്. 4ാമത്തെ പോയിന്റ് എർത്ത് എലിമെൻറ്റ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. അഞ്ചാമത്തെ പോയിന്റിലേക്ക് വരും. 5ാമത്തെ പോയിന്റിൽ എർത്ത് എലിമെൻറ്റ് 12 o'clock പൊസിഷനിലാണ്. ശുദ്ധീകരിക്കപ്പെടുകയാണ് എന്ന സങ്കല്പത്തിലിരിക്കും. ഇനി തിരിച്ച് 1ാമത്തെ പോയിന്റിൻ്റെ
സെൻറ്ററിലേക്ക് വരൂ. 11ാമത്തെ പോയിൻറ്റിലേക്ക് ശ്രദ്ധ തിരിക്കൂ. ശുദ്ധീകരണം പൂർത്തീകരിച്ചു. ഇന്ന് നമ്മൾ 11ാമത്തെ പോയിൻറ്റിലെ പ്രധാന എലിമെൻ്റായിട്ട് എർത്ത് എലിമെൻറ്റും വായു എലിമെൻറ്റും തമ്മിലുള്ള ഹാർമണിയാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. എർത്ത് എലിമെൻറ്റിൻ്റെ സ്വഭാവമായിട്ടുള്ള കണ്ടെയ്ൻമെൻറ്റ്, സംതൃപ്തിയും വായു എലിമെൻറ്റിൻ്റെ ക്വാളിറ്റി ആയിട്ടുള്ള വിവേകബോധവും നമ്മളിൽ ഏകീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹാർമണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ആ അസ്വസ്ഥത, റെസ്റ്റ്ലെസ്നെസ്, മാസ്റ്റർ പോലെ ആയിത്തീരാനുള്ള റെസ്റ്റ്ലെസ്നെസ്, അതും നമ്മുടെ ഉള്ളിൽ പൂർണ്ണ ഭക്തിഭാവത്തോട് കൂടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ റെസ്റ്റ്ലെസ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാസ്റ്ററുള്ള പൂർണ്ണ സമർപ്പണത്തോടെ ഭക്തിഭാവത്തോട് കൂടിയിട്ട് ധ്യാനം ആരംഭിക്കും. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഇന്ന് മെഡിറ്റേഷനിലൂടെ ആർജിച്ചിട്ടുള്ള ക്വാളിറ്റീസ് എല്ലാം നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മനസ്സിലാക്കിയിട്ട് സമർപ്പണ ബോധത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കും എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് മാസ്റ്ററോട് പ്രാർത്ഥിച്ചുകൊണ്ട് പതുക്കെ കണ്ണുകൾ തുറക്കും.